My dear students, this is Vedic Maths in the 6th video class. കൂടാതെ ക്യൂബ്സിന്റെ 4th വീഡിയോ ക്ലാസ്സും ക്ലാസ്സാണ്. ഇത് ടൈപ്പ് 4 ആണ്. Both digits are different. Both digits are different. Both are different digits. ഇതിലെ ടൈപ്പ് 1 എന്താ പഠിച്ചത്? സ്റ്റാർട്ട് വിത്ത് 1. സ്റ്റാർട്ടിൽ 1. അപ്പോൾ 12, 13, 14 ഈ ടൈപ്പ്. ഇത് ടൈപ്പ് 2. ഇതിലെ ടൈപ്പ് 2 ഏതാ? തിരിഞ്ഞു വരുന്നത് 21, 31, 41, 51 അങ്ങനെ. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ ടൈപ്പ് എന്തായിരുന്നു? ബോത്ത് ആർ ഈക്വൽ 22, 33, 55 അങ്ങനെയുണ്ട്. അടുത്തിനെന്താണ്? ബോത്ത് ആർ ഡിഫറൻസ്. ഈ 4 രീതിയേ ഉള്ളൂ. ഏത് 2 ഡിജിറ്റ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ 4 രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. ഇത് നമുക്ക് 24ന്റെ ക്യൂബ് നോക്കാം. 24ന്റെ ക്യൂബ് ബോത്ത് ആർ ഡിഫറെന്റ് ആണല്ലോ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആദ്യം 2ന്റെ ക്യൂബ് എഴുതണം. 2ന്റെ ക്യൂബ് എത്രയാ? 8. അടുത്ത് 4ന്റെ ക്യൂബ് എത്രയാ? അത് ലാസ്റ്റ് എഴുതുക. കാരണം 4 ടൈംസ് വരുമല്ലോ. 2ന്റെ ക്യൂബ് 8, 4ന്റെ ക്യൂബ് 60. ഇനി അടുത്ത് കൂടെ എഴുതേണ്ടത് ഈ 2നെ സ്ക്വയർ ചെയ്യണം. 2ന്റെ സ്ക്വയർ എത്ര? 4. 4 × 4 16. മനസ്സിലാകുന്നുണ്ടോ? ഈ 2ന്റെ സ്ക്വയറും × 4. അടുത്ത് എഴുതുന്നത് ഈ 2 എഴുതിയിട്ട് ഈ 4ന്റെ സ്ക്വയർ എടുക്കുക. രണ്ടാമത്തെ സ്ക്വയർ. അപ്പോ 16 × 2 32 വരും. അപ്പൊ ഇത് ഇങ്ങനെ നമ്മള് a+bയുടെ ക്യൂബ് എന്ന് പഠിച്ചിട്ടുണ്ട്. a³ + 3a² b + 3ab² + b ക്യൂബ് പഠിച്ചില്ല. ഇതിലായി a² b ab² കൊടുത്താൽ 3 ഇല്ല. 3 വരില്ല. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതൊന്നും ആലോചിച്ചെടുത്താൽ അപ്പൊ a² b 2² 4 × 4 16 ab² 16 2 30. മനസ്സിലായോ? ഇനി ഇവിടെ എന്താ എഴുതേണ്ടത്? ഇതിന്റെ ഡബിൾ 32. ഇവിടെ ഇതിന്റെ ഡബിൾ 64. ഇവിടെ എത്ര എഴുതണം? 4. ഈ 6 വരും അല്ലേ? 108 8 4 12 61 10 വരും. ഇനി 8 ഇവിടെ എത്ര? 5 13 824 എന്ന് കിട്ടും. 13 824. മനസ്സിലായല്ലോ എന്റെ മെത്തേഡ്? ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ക്യൂബ് 8. അടുത്ത 4ന്റെ ക്യൂബ് 64. പിന്നെ ഇടയ്ക്ക് വരുന്ന മനസ്സിലായില്ല. ഇതിന്റെ സ്ക്വയർ ചെയ്തും ഇതിന്റെ സ്ക്വയർ. എടുത്ത് വേറെ ഒന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ എടുത്തത് 24 അല്ലേ? അടുത്തത് നമുക്ക് വേറെ ഒന്നില്ല. 32ന്റെ ക്യൂബ് നോക്കാം. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 3യുടെ ക്യൂബ് 27. അടുത്ത 2ന്റെ ക്യൂബ് 8. ഇനി എങ്ങനെയാണ്? a² ഇതിന്റെ സ്ക്വയർ എടുക്കുക. 9. 9 × 2 18. അടുത്ത് 3 × ഇതിന്റെ സ്ക്വയർ 4. 4 × 3 12. മനസ്സിലായല്ലോ? ഇത് 36 അതിന്റെ ഡബിള്. എല്ലാത്തിലും സെയിം ആണല്ലോ. ഇവിടെ 8. ഇവിടെ എത്ര വരും? 6. ഇവിടെ 2 + 1 എത്ര വരും? 3 ഇവിടെ വരും. 8 × 4 17. 61 5 32 768 എന്ന് കിട്ടും. 32 പ്രാവശ്യം എഴുതുമ്പോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 32 768. മനസ്സിലായല്ലോ? നമ്മൾ 24 32 പറഞ്ഞു. അടുത്ത് നമുക്ക് 53 പറയാം. 53യുടെ ക്യൂബ് നോക്കാം. ആദ്യം ആരാ ക്യൂബ് എടുക്കണം? 5ന്റെ ക്യൂബ് എത്രയാ? 125. അടുത്ത് 3യുടെ ക്യൂബ് 27. ഫസ്റ്റിന്റെ ക്യൂബ് ലാസ്റ്റിന്റെ ക്യൂബ്. ഇനി അടുത്ത് എന്താ ചെയ്യണ്ടേ? ഇതിന്റെ സ്ക്വയറിന്റെ ഇതിന്റെ സ്ക്വയർ 25. 25 × 3 75. അടുത്തോ ഇതിന്റെ സ്ക്വയർ 9 × 5 45. അത് ഓർത്തോളൂ. ഈ 3 വരില്ല. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ഡബിൾ 150. ഇതിന്റെ ഡബിൾ 90. 7 2 ഇവിടെ വരില്ല. അപ്പൊ ഇവിടെ 7 ആവും. 9 4 13. 5 3 8. പിന്നെ 15 8 23. അപ്പൊ
148. ഇതായിരിക്കും ആൻസർ. 148, 877 അല്ലെ? 148, 877 എന്ന് കിട്ടും. മനസ്സിലാക്കണമല്ലോ. അടുത്ത നമുക്ക് 72ന്റെ ക്യൂബ് എടുക്കാം. അപ്പൊ 7ന്റെ ക്യൂബ് 7 49 7 ഇതുപോലെ 343. ക്യൂബിന്റെ ക്യൂബ് എത്ര? 8. അടുത്തിന് എന്ത് ചെയ്യണം? ഇതിന്റെ സ്ക്വയർ ഇൻറ്റു 2. ഇതിന്റെ സ്ക്വയർ 49. 7ന്റെ സ്ക്വയർ 49 98 98. ഇനി ഇതിന്റെ സ്ക്വയർ 7 × 4 28. ഇനി ഇതിന്റെ ഡബിള് 196. ഇവിടെ 56. ഇവിടെ 8 8 6 14 സിസ്റ്റം വന്നപ്പോൾ 8 ഇവിടെ വരും. 8 8 16 16 22 2 2 28 2 30. 373. 373 248 എന്ന് വരും അല്ലേ? 373 248. മനസ്സിലായല്ലോ? 72ന്റെ ക്യൂബും കിട്ടി. 373 248. ഒന്നുകൂടി എഴുതി നോക്കാം. വലുത് വരുന്നത് ഇവിടെ 7 ഒരാൾ വലുത് ഒരാൾ ചെറുതില്ല. ഇത്തിരി 2 വലുത് എടുക്കാം. 96 എടുക്കാം. ഏറ്റവും വലുത് 99 ആണ്. 96 എടുക്കാം. അപ്പൊ 9ന്റെ ക്യൂബ് എന്താ വരും? 9 × 9 81 × 9 729. 6ന്റെ ക്യൂബോ 216. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ സ്ക്വയർ ഇൻറ്റു ഇത്. ഇതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 81. ഇതിന്റെ സ്ക്വയർ ഇൻറ്റു ഇത് അല്ലേ? 486 വരും. വലിയ നമ്പർ വരും. മനസ്സിലായോ? ഇനി എന്താ പറയണ്ട? ഇതിന്റെ സ്ക്വയർ ആണ്. ഇതിന്റെ സ്ക്വയർ 36. 36 × 9 ആണ്. 324 വരും. അല്ലേ? അപ്പോ ഇതിന്റെ ക്യൂബ് ഇവിടെ എഴുതി. ഇതിന്റെ ക്യൂബ് എഴുതി. ഇനി ഇതിന്റെ സ്ക്വയർ ഉണ്ടാണ്. ഇത് ഇതിന്റെ സ്ക്വയർ. ഇനി എന്താ വേണ്ടത്? ഇതിന്റെ ഡബിൾ അല്ലേ? 96 ഡബിൾ. ഇതിന്റെ ഡബിളാ 648. ഇവിടെ 6 ഇവിടെ 21 5 13 ഇഷ്ടം വരും അല്ലേ? 5 എന്നാൽ 9 99 വരും. ബാലൻസ് 17 ഇഷ്ടം 1 വരും. 8 8 16 25 ഇഷ്ടം 2 155 വരും. 14 ഇഷ്ടം 1 8 8 4736 വരി 96ന്റെ മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ.